ഹലോ, ഇന്ന് ചെറിയൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. പപ്പേൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അതിൻ്റെ ചെറിയൊരു ആഘോഷം ഉണ്ടായിരുന്നു. പപ്പയുടെ അയൽക്കൂട്ടത്തിൻ്റെ വാർഷികവും കൂടിയായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. അപ്പം കേക്കൊക്കെ മേടിച്ച് പപ്പയുടെ ബർത്ത്ഡേ ചെറിയ തോതിലൊന്ന് ആഘോഷിച്ചാലോ എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ സെലിബ്രേഷനിലാണ് കേട്ടോ. പരിപാടീൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ 2 കുട്ടികളാണ് കേട്ടോ. അവരാണ് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പിരിറ്റിൽ നിൽക്കുകയാണ്. കേക്ക് കൊണ്ടുവന്നിട്ട് അവർ രണ്ടാളും കയറിയിട്ടോ മുറിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചാച്ചൻ വരുന്നതും കാത്തൊരു കട്ട് വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ രണ്ടാളും. പരിപാടി സ്റ്റാർട്ട് ചെയ്തത് ഒരു 7 മണിക്കായിരുന്നു. അപ്പം എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് കേക്ക് മുറിച്ചിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തത്. പിന്നെ ആദ്യം തന്നെ ഒരു ചെറിയൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പം പപ്പയുടെ 70ാമത്തെ ബർത്ത്ഡേ ആണ്. ഇപ്പം നമ്മുടെ ബർത്ത്ഡേ ആണെങ്കിലും എന്ത് പരിപാടിയാണെങ്കിലും നമ്മൾ ദൈവത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതല്ലേ. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ കേക്ക് കട്ടിങ് ആയിരുന്നു. അപ്പം പിള്ളേർ രണ്ടാളും സെറ്റായിട്ടുണ്ട്. അപ്പം പപ്പയും അമ്മയും പിള്ളേർ രണ്ടാളുമാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് അപ്പൂസും കേരയും ചാച്ചയ്ക്ക് കേക്ക് കൊടുത്തു കേട്ടോ. പിന്നെ അമ്മ പപ്പയ്ക്ക് കേക്ക് കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും പപ്പയ്ക്ക് കേക്ക് കൊടുത്തു. പിന്നെ വന്ന ആൾക്കാർക്കായിരുന്നു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പൂസും കേരയും കേക്ക് തിന്നുന്ന തിരക്കിലായിരുന്നു കേട്ടോ. രണ്ടാളും ഒരേ പാത്രത്തിൽ നിന്നൊക്കെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റേതായ ചെറിയ വഴക്കുകളും ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ അയൽക്കൂട്ടത്തിൻ്റെ ചെറിയൊരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് സംസാരിക്കുകയും കുട്ടികളുടെ കളിയൊക്കെ കാണുമായിരുന്നു. അപ്പോൾ പിള്ളേർ നല്ല കളിയിലായിരുന്നു ആ ഒരു സമയത്ത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം കൂട്ടായ്മകളൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മൾ അയൽവാസികളാണെങ്കിലും ഒരുമിച്ച് ഒത്തുകൂടാനും ഒരുമിച്ച് ഫുഡ് കഴിക്കാനും കുറച്ച് നേരം സംസാരിക്കാനും ഒക്കെ പറ്റണ ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് രസമല്ലേ. പിന്നെ ഫുഡ് കഴിക്കുന്ന പരിപാടിയിലേക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി ചെമ്പൊക്കെ പൊട്ടിച്ചു. ചിക്കനും സാലഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൂസും കേരയും ചാടിക്കയറി അവരുടെ സീറ്റ് ഉറപ്പിച്ചു കേട്ടോ. അവർക്കായിരുന്നു ആദ്യം തന്നെ വിളമ്പിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അപ്പൂസും കേരയും ബിരിയാണി കഴിച്ചതിൻ്റെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് നല്ല എക്സസൈസ് ആയിരുന്നു. രണ്ടാളും പൊരിഞ്ഞ കളിയായിരുന്നു. ഇപ്പോൾ സമയം ഒരു 9:30-9:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ടാറ്റ ബൈ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പം 3 പേരാണ്, ലാസ്റ്റത്തെ 3 പേരാണ് ഫുഡ് കഴിക്കാനുള്ളത്. അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ടാറ്റ ബൈ പറഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാം വൃത്തിയാക്കി എല്ലാം സെറ്റായി വന്നപ്പോഴത്തേനും 11:10 പിന്നെ ഞങ്ങൾ ഉറങ്ങാനുള്ള പരിപാടിയായിരുന്നു. അപ്പൂസ് ചാച്ചയ്ക്കും അമ്മയ്ക്കും ഉമ്മയൊക്കെ കൊടുത്ത് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അവരുടെ റൂമിലേക്ക് പോയി. അങ്ങനെ ഗുഡ് നൈറ്റും പറഞ്ഞ് ഞങ്ങൾ കിടന്നു.